മുഖ്യമന്ത്രി പിണറായി വിജയനെ പടനായകനെന്ന് പുകഴ്ത്തി വീണ്ടും പാട്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് ഗാനം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 100 വനിതകൾ ചേർന്ന് നാളെ ഈ ഗാനം ആലപിക്കും. കാരണഭൂതൻ എന്ന വിവാദ തിരുവാതിരയ്ക്ക് ശേഷമാണ് വീണ്ടും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം എത്തുന്നത്. ധനവകുപ്പ് ജീവനക്കാരൻ ചിത്രസേനൻ രചിച്ച ഗാനത്തിന് നിയമവകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറി വിമലാണ് സംഗീതം നൽകിയിരിക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 100 വനിതകൾ ചേർന്ന് ഈ ഗാനം ആലപിക്കും. കാവലാൾ എന്ന തലക്കെട്ടിലാണ് വാഴ്ത്തുപാട്ട് എഴുതിയിരിക്കുന്നത്. ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ എന്ന വരിയോടെയാണ് പാട്ട് തുടങ്ങുന്നത്. പാട്ടിൽ ഫിനിക്സ് പക്ഷിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ CPIMന്റെ പാർട്ടി പരിപാടിയിൽ നടത്തിയ മെഗാ തിരുവാതിരയിലെ പിണറായി സ്തുതിയും വലിയ വിവാദത്തിന് കാരണമായിരുന്നു. നിലവിൽ പുറത്തായ വാഴ്ത്തുപാട്ടിന് പിന്നിൽ സംഘടനയിലെ ചേരിപ്പോരെന്നാണ് അണിയറ സംസാരം. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിലവിലെ ഭരണസമിതിയുടെ തലപ്പത്തുള്ള P. ഹണിക്കാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണ. ഈ പിന്തുണ ഉറപ്പിക്കാനാണ് ഗാനം തയ്യാറാക്കിയത്. അതേസമയം ഇന്നലെ ഹൈക്കോടതിയുടെ വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചതും ഇതേ സംഘടനയുടെ ഭരണസമിതിയാണ്. വിവാദമായിട്ടും കട്ടൌട്ട് നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും സംഘടനാ നേതൃത്വം ഇതിന് തയ്യാറായിരുന്നില്ല. ഒടുവിൽ നഗരസഭാ ജീവനക്കാരെത്തി ഫ്ലക്സ് കീറി മുഖ്യമന്ത്രിയുടെ കട്ടൌട്ട് എടുത്തുമാറ്റുകയായിരുന്നു. എന്തായാലും നാളെ നടക്കുന്ന ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വാഴ്ത്തുപാട്ട് ഉയർന്നു കേൾക്കുമോ എന്ന് കണ്ടറിയാം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.